മധ്യകേരളത്തിലും നിശബ്ദ പ്രചാരണത്തിലായിരുന്നു സ്ഥാനാർത്ഥികൾ. വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിച്ചും വ്യക്തികളെ നേരിൽ കണ്ടും അവസാനവട്ട വോട്ടുറപ്പിക്കുകയായിരുന്നു അവർ. അതേസമയം ജില്ലകളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. എറണാകുളത്ത് LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ നഗരം കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് നിശബ്ദ പ്രചാരണം നടത്തിയത്. ഇതുവരെ കാണാൻ കഴിയാതിരുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളും സന്ദർശിച്ച് ഷൈൻ ടീച്ചർ വോട്ട് അഭ്യർത്ഥിച്ചു. UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ എറണാകുളം മണ്ഡലത്തിലെ സ്വന്തം ബൂത്തിൽ വോട്ടർ സ്ലിപ്പ് വിതരണം ചെയ്തും വോട്ടർമാരെ കണ്ടും നിശബ്ദ പ്രചാരണം നടത്തി. NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ വിവിധ മതസ്ഥാപനങ്ങൾ സന്ദർശിച്ച് വോട്ട് തേടി. ചാലക്കുടി മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് രാവിലെ തൃശ്ശൂരിൽ നിന്നും KSRTCയിൽ യാത്ര ചെയ്ത് ചാലക്കുടിയിലെത്തിയ ശേഷം ഏതാനും മരണവീടുകൾ സന്ദർശിച്ചു. നിശബ്ദ പ്രചാരണത്തിന്റെ ഭാഗമായി ഫോണിലൂടെയും മറ്റും അദ്ദേഹം വോട്ടഭ്യർത്ഥന നടത്തി. UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ സ്വകാര്യ സന്ദർശനങ്ങൾ നടത്തി. ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ഫോണിൽ ഉൾപ്പെടെ വോട്ടർമാരെ വിളിച്ച് പിന്തുണ ഉറപ്പാക്കുകയായിരുന്നു. ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫും UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലും നിശബ്ദ പ്രചാരണ ദിനത്തിൽ സ്വകാര്യ സന്ദർശനങ്ങളുടെ തിരക്കിലായിരുന്നു. മാവേലിക്കര മണ്ഡലം LDF സ്ഥാനാർത്ഥി CA അരുൺകുമാർ, UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ വോട്ടർമാരെ വീണ്ടും കണ്ട് വോട്ടുറപ്പിച്ചു. തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ മണ്ഡലത്തിന്റെ വിവിധയിടങ്ങളിൽ അവസാനവട്ട പ്രചരണത്തിന്റെ ഭാഗമായി വോട്ടർമാരെ നേരിൽ കണ്ടു. UDF സ്ഥാനാർത്ഥി K മുരളീധരനും നിശബ്ദ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. അതേസമയം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇന്ന് മണ്ഡലത്തിലുണ്ടായിരുന്നില്ല. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ, UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് എന്നിവരും ഇന്ന് സ്വകാര്യ സന്ദർശനങ്ങളുടെ തിരക്കിലായിരുന്നു. ഇതിനിടെ ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ രാവിലെ ആരംഭിച്ച പോളിംഗ് സാമഗ്രികളുടെ വിതരണം വൈകിട്ടോടെ പൂർത്തിയായി. മധ്യകേരളത്തിലെ വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, കൊച്ചി.